ഹീറോന്റെ ബിഗർ CC ആയിട്ടുള്ള എക്സ്പൾസ് അങ്ങനെ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കമ്പനി നൽകാവുന്ന 421cc എഞ്ചിനാണ്. ഇറ്റലിയിൽ മിലാനിൽ നടന്ന ഐക്മ ഓട്ടോ ഷോയിൽ കാണിച്ച കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് പുത്തൻ പുതിയ ബിഗർ CC ആയിട്ട് എക്സ്പൾസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിമാലയനൊക്കെ പോലെ അഡ്വഞ്ചർ ടൂറിംഗ് മെഷീനാണിത്. നിലവിൽ ഈ മോട്ടോർ സൈക്കിൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്യുന്നത് ലഡാക്കിലെ കർദുംഗ്ല പാസിൽ വെച്ചാണ്. ഇന്ത്യയിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചു ചെല്ലാൻ പറ്റിയ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്സാണ് കർദുംഗ്ല പാസ്. അവിടെ ഓക്സിജന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ കാറുകളും മോട്ടോർ സൈക്കിളും പ്രധാനമായും ടെസ്റ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഫസ്റ്റ് എക്സ്പൾസ് ഇറങ്ങിയ സമയത്ത് അതിന്റെ ഒരു ടൂറിംഗ് ആയിട്ടുള്ള ടി വേരിയന്റ് ഉണ്ടായിരുന്നു. നിലവിൽ ടി വേരിയന്റ് ടെസ്റ്റ് ചെയ്യാൻ സ്പൈ ഇമേജ് ഒന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ സ്പോക്ക് വീൽ വേരിയന്റ്. ഈ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഹിമാലയയിലൊക്കെ പോലെ ട്യൂബ്ലെസ് വീൽ ആണോ എന്നും വ്യക്തമല്ല. മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെയ്യുന്ന ഹീറോന്റെ ഡെക്കാർ ടീം തന്നെയാണ്. അതിനർത്ഥം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഹിമാലയനൊക്കെ പോലെ തന്നെ എവിടെയും കൊണ്ടുപോകാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളായി. നിലവിൽ 350cc താഴെയുള്ള മോഡലുകൾക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. നിലവിൽ എക്സ്പൾസ് 210 ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇത് 421cc മോട്ടോർ സൈക്കിൾ ആവാനാണ് സാധ്യത. ഇതൊരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള DOHP എഞ്ചിനാണ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയ 6 ഇഞ്ചിന്റെ ഒരു TFT സ്ക്രീനും നൽകിയിരിക്കുന്നു. ഈ മോട്ടോർ സൈക്കിളിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈഡിംഗ് മോഡ് ബട്ടൺ നൽകിയിരിക്കുന്നു. ഇതിനകത്ത് അപ്പൊ 4 റൈഡിംഗ് മോഡ് വരാൻ സാധ്യതയുണ്ട്. ഈ മോട്ടോർ സൈക്കിളിൽ സ്വിച്ചബിൾ ആയിട്ടുള്ള ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോളും വരുന്നുണ്ട്. നിലവിൽ എക്സ്പൾസ് സീരീസുകളിൽ കണ്ടുവരുന്ന ഉയർന്നിരിക്കുന്ന എക്സോസ്റ്റ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് റിവർ ക്രോസിംഗിന് വളരെയധികം സഹായിക്കും. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള USB ഫോർക്ക് നൽകാൻ സാധ്യതയുണ്ട്. റിയറിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിങ്കേജ് ആയിട്ടുള്ള മോണോസോക്ക് സസ്പെൻഷനും നൽകാൻ സാധ്യതയുണ്ട്. ബാക്കിൽ 21 ഇഞ്ചിന്റെ വീലും ഫ്രണ്ടിൽ 17 ഇഞ്ചിന്റെ വീലുമാണ് വരാൻ സാധ്യത. എന്തായാലും ഈ മോട്ടോർ സൈക്കിളിന് വില വരാൻ സാധ്യത 3,40,000 രൂപയായിരിക്കും. എന്തായാലും 2026 നടക്കുന്ന ഐക്മ എക്സ്പോയിൽ ഈ മോട്ടോർ സൈക്കിൾ അൺവീൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും 2027 ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തതിനു ശേഷം സംസാരിക്കുന്നതാണ്. എന്തൊക്കെയായാലും റിഫൈൻഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് കുറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ ലഭിച്ചാൽ മതിയായിരുന്നു.